മദ്യത്തിന്റെ നികുതി ഘടന അടങ്ങുന്ന ധനബില്ല് നിയമസഭ അംഗീകരിച്ചാൽ നിയമമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടപ്പാക്കുന്നത് തടയാൻ യുഡിഎഫിന് നിയമപരമായി കഴിയില്ല. എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കാനും കഴിയില്ല. മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണിത്. തിരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്നും ഒഴുകിയ കോടികളുടെ കള്ളപ്പണത്തിനുള്ള പ്രത്യുപകാരമാണ് നികുതി ഇളവെന്നും പിണറായി വിജയൻ ആരോപിച്ചു. പത്രങ്ങളിൽ എഴുതിയ ലേഖനത്തിലാണ് പിണറായിയുടെ വിമർശനം. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു 3A ക്ലോസ് വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നികുതി വന്നാലും അത് നിയമമാകില്ല എന്നൊരു വാദം പറഞ്ഞ് തടി തപ്പുകയാണ് VD സതീശനും ഈ സംഭവത്തെ അനുകൂലിക്കുന്ന മറ്റ് മന്ത്രിമാരും. ഇന്നിപ്പോൾ ധനബില്ലിൽ നികുതി ഘടന ഉണ്ടെന്ന കാര്യം ഉറപ്പായിട്ടുമുണ്ട്. പ്രതിപക്ഷ വിമർശനങ്ങൾ എങ്ങനെയാണ്? സേതു പറഞ്ഞതുപോലെ തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നിർദ്ദേശം അത് ബില്ലിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. പ്രത്യേക വിജ്ഞാപനം വന്നാൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല UDF മദ്യനയം നടപ്പാക്കിയതിന് ശേഷമായിരിക്കും ഈ പറയുന്ന അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്ന വാദം. പക്ഷേ അതിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിനാൻസ് ബില്ല് നിയമസഭ പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നിയമമായി മാറും എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് നടപ്പാക്കുന്നത് തടയാൻ പിന്നീട് UDFന് നിയമപരമായി കഴിയില്ല എന്നുള്ളതാണ് വിമർശനം. അതായത് നിയമസഭ പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനോ തടയാനോ ഈ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് വാദം. എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം അത് മരവിപ്പിക്കാനും കഴിയില്ല എന്ന് പിണറായി പറയുന്നു. ഫിനാൻസ് ബിൽ പാസാക്കിയതിനു ശേഷം UDFൽ പിന്നെ ചർച്ച ചെയ്യുന്നതിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നു. ഇത് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മദ്യ കമ്പനികൾക്ക് വേണ്ടി എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. മദ്യ കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് പിണറായി വിജയൻ പറയുന്നു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് ഒഴുകിയ കോടികളുടെ കള്ളപ്പണത്തിനുള്ള പ്രത്യുപകാരമാണ് ഈ നീക്കം എന്നുള്ള കടുത്ത വിമർശനവും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF ഉയർത്തുന്ന വാദങ്ങളെ അപ്പാടെ എതിർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. Okay.